കാണുന്ന ഫിലിംസിൽ ഇവിടെയുള്ള സിനിമകളും നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള സിനിമകളും നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതിലെ കഥകളും രീതികളും ക്യാരക്ടേഴ്സും കഥ രൂപം കൊള്ളുന്ന രീതിയും അവതരിപ്പിക്കുന്ന രീതിയൊക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടൊരു സിനിമ കാണുമ്പോൾ അത്തരം ഫ്രെയിമുകളും പിന്നെ ഒക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഒരു മലയാള സിനിമയാണ്. അതിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ്, ബഡ്ജറ്റ്, ഇതിൽ നിന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സിനിമ ചെയ്യാനായിട്ട്. സ്വാഭാവികമായിട്ടൊരു ഡ്രീംസ് വേഴ്സസ് റിയാലിറ്റി, ഒരു യുദ്ധം എപ്പോഴും ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അതേ സമയത്ത് കൊമേഴ്സ്യൽ അഭിരുചികളെ അവഗണിക്കാതെ തന്നെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു യുദ്ധമാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ. അല്ല, ഈ ഇൻസ്പിറേഷൻ ആണെങ്കിലും എന്താണെങ്കിലും മലയാളിയുടെ അഭിരുചികളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ മാത്രമാണ് മലയാളി സ്വീകരിക്കുകയുള്ളൂ. അതല്ലാത്ത സിനിമകളെ മലയാളി തിരസ്കരിച്ചിട്ടുണ്ട്, നല്ലതിനെ മലയാളി സ്വീകരിച്ചിട്ടുമുണ്ട്. പിന്നെ മലയാളിയുടെ മുമ്പിൽ നമുക്ക് മലയാളി ഒരിക്കലും പറ്റിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ അവരെല്ലാ കാലത്തും എല്ലാം അറിയുന്നവരാണ്. നമ്മളെപ്പോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രേക്ഷകൻ സിനിമയെ അറിയാം. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ കഥയാണെങ്കിലും അതേ ശ്രേണിയിലുള്ള മറ്റ് സിനിമകളെക്കുറിച്ചും ഒക്കെ മലയാളിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും മലയാളിയെ പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം ഒരു സിനിമയുടെ ഒരു കഥ നമ്മൾ എടുക്കുമ്പോഴും രൂപപ്പെടുത്തുമ്പോഴൊക്കെ ഇതിൻ്റെ ഇന്ന ഏരിയാസ്, ഇത് ഇന്ന രീതിയിലുള്ള ഇതിൻ്റെ മറ്റ് കഥകൾ ഒക്കെ മലയാളിക്ക് അറിയാമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സത്യസന്ധമായിട്ട് അവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമ്മുടെ സിനിമയിൽ നമുക്കും പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് കൂടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മലയാളി അത് സ്വീകരിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ടെക്നോളജി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്കത് എത്രത്തോളം ലഭ്യമാണ്. കാരണം നമ്മുടെ ബഡ്ജറ്റ്, ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അത്രയും ആ ടെക്നോളജി മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മീൻസ് നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് വലിയ ബഡ്ജറ്റ് സിനിമകൾ ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഒരേ സമയം മലയാളം, തമിഴ് അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സിനിമയെ കുറച്ചും കൂടി ഒരു വലിയ ക്യാൻവാസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള ചിന്തകൾ ഇപ്പോൾ ഓൾറെഡി പലരും തുടങ്ങിക്കഴിഞ്ഞു. നമ്മളും ആ രീതിയിൽ തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ഇൻഡസ്ട്രിക്ക്, ഈ കൊച്ചു ഇൻഡസ്ട്രിക്ക് സാറ്റലൈറ്റ് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ സാറ്റലൈറ്റ് പോയിൻ്റ് മാത്രം, ആ ബിസിനസ് മാത്രം കണ്ടുകൊണ്ട് സിനിമയുടെ മൂല്യത്തെ കളഞ്ഞുകൊണ്ടുള്ള സിനിമ മേക്കിംഗ് ആണ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയത്. അപ്പോൾ അതല്ലാതെ തന്നെ ഇപ്പോൾ സിനിമയുടെ ക്വാളിറ്റി നോക്കിയിട്ട് ചാനലുകാർ സിനിമ എടുക്കുന്ന ഒരു രീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള പുതിയ ഫിലിം മേക്കേഴ്സിന് അത് ഭയങ്കര ആശ്വാസമാണ്. കാരണം സിനിമയാണ് അവിടെ താരമാവേണ്ടത്. നല്ല സിനിമകൾ, നല്ല സ്ക്രിപ്റ്റുകൾ നോക്കിയിട്ട് അങ്ങനെ ആ സിനിമയുടെ ക്വാളിറ്റി കണ്ടുകൊണ്ട് സിനിമയ്ക്ക് മൂല്യം നിർണ്ണയിക്കുക എന്ന് പറയുന്ന ഒരു രീതി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സിനിമകളുണ്ടാവും, മോശം പ്രവണതകൾ സ്വാഭാവികമായിട്ടും പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾക്ക് ഉള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ പോലെ ആളുകളെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ എടുക്കുക എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ പ്രണയകഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ സോഷ്യൽ സൈറ്റുകളിലുള്ള പിന്നെ കമൻസുകളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ്ഡാണ്. അപ്പോൾ ഇന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസുകളെ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു സിനിമയെ കാണാൻ കഴിയില്ല. കാരണം ഈ കമൻസ് ഇട്ടിട്ടുള്ള ആളുകൾ അവർ ഏത് രീതിയിലാണ് ആ സിനിമയെ കണ്ടിട്ടുള്ളതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ വേറൊരു സംഗതി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇന്ന് സോഷ്യൽ സൈറ്റുകളിലൂടെ പരമാവധി ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ചിലപ്പോൾ അത് തിയേറ്ററിലേക്ക് ആളുകൾ വന്നില്ലെങ്കിലും സിനിമയുടെ ഓരോ ഏരിയാസും സോഷ്യൽ സൈറ്റുകളിലൂടെ ആളുകൾ ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിലിം മേക്കേഴ്സും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് അവരും അവരുടെ ഡീറ്റെയിലിങ്ങിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരം ബോധ്യം സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് സോഷ്യൽ സൈറ്റുകളിൽ ചർച്ച ഉണ്ടാകുന്നു.
ക്യാമറ സൈഡാണെങ്കിലും മറ്റെല്ലാ സൈഡുകളിലും ചർച്ചകൾ വരുന്നുണ്ട്. അതൊക്കെ കൂടുതൽ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റിയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല സിനിമകൾ ഉറപ്പായാലും എൻഡ് ഓഫ് ദ ഡേ ഇനി എന്തൊക്കെ കമൻസും കാര്യങ്ങളുണ്ടെങ്കിലും നല്ല സിനിമകൾ എപ്പോഴും ജനങ്ങളുടെ മനസ്സിലിങ്ങനെ അവശേഷിക്കും. കമൻസുകൾ കുറേ കഴിയുമ്പോൾ ഓരോ ഡേ കഴിയുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച്. എന്നെ പരിചിതം ആയതും അല്ലാത്തതുമായിട്ടുള്ള ടെക്നിക്കൽ സൈഡ് ഇൻഡസ്ട്രിയുടെ അകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു പുതുമുഖ എന്ന നിലക്ക് ഇത്തരമൊരു സിനിമ എടുക്കാനുള്ള ഒരു നമ്മൾ അങ്ങനെ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് പേര് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. കാരണം സിനിമ നന്നായതിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത സിനിമയുടെ സബ്ജക്റ്റുകൾ 1-2 ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഇരുന്ന് എഴുതാൻ ഒന്ന് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് എന്ന് കണ്ടതിന് ശേഷം ഒന്ന് തീരുമാനിച്ചിട്ട് എഴുതാമെന്നുള്ളൊരു ധാരണയിലാണുള്ളത്. 1-2 സബ്ജക്റ്റുകൾ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഇരുന്ന് എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ വേണം എന്നുള്ളൊരു ആലോചനയാണുള്ളത്. ആദ്യം സ്ക്രിപ്റ്റ് എഴുതാൻ ഒന്നിരിക്കേണ്ടതുണ്ട് എന്തായാലും.